ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ കറുത്ത ദിവസം പകൽക്കാലം ദൈവജനവുമായി ഒന്നിച്ച് ചിന്തിക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ കയ്യിലേക്ക് തന്ന ഈ വാക്യം രൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായം 9-ാമത്തെ വാക്യം, 6-ാമത്തെ വാക്യം. യഹോവ തന്റെ ജനത്തെ സന്ദർശിച്ച് ആഹാരം കൊടുത്തു. രൂത്തിന്റെ പുസ്തകം അനേക പ്രത്യേകതകളുള്ള പുസ്തകമാണ്. നമ്മുടെ ധ്യാന ചിന്തയ്ക്ക് വേണ്ടി ഞാൻ എടുത്ത വാക്യത്തിൽ മാത്രം നിന്ന് പരിശുദ്ധാത്മാവ് നമുക്കിന്ന് പകൽക്കാലം തരുവാൻ ആഗ്രഹിക്കുന്ന ചിന്തകൾ പ്രാപിപ്പാനിടയായി തീരട്ടെ. ഈ പുസ്തകം തുടങ്ങുന്നത് ദേശത്ത് ക്ഷാമം ഉണ്ടായി എന്ന പദത്തോടുകൂടിയാണ്. 1-ാം അധ്യായം 1-ാമത്തെ വാക്യം ക്ഷാമം ദേശത്തുണ്ടായി എന്ന പദത്തോട് തുടങ്ങി. 6-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ ദൈവം ക്ഷാമമുണ്ടായ ദേശത്തെ സന്ദർശിച്ച് ആഹാരം കൊടുത്തു എന്ന പദമാണ് കാണുന്നത്. ഇതിന്റെ ഇടയിൽ നടന്ന ചില സംഭവങ്ങൾ ഈ കർത്തൃദിനത്തിൽ നമ്മുടെ ജീവിതവുമായിട്ട് ഒന്ന് തട്ടിച്ചു നോക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ ദേശത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: യഹൂദയിലെ ബേത്ലഹേം. യഹൂദയിലെ ബേത്ലഹേം, അതിൻ്റെ അർത്ഥം യഹോവയായ ദൈവം ഇസ്രായേൽ മക്കൾക്ക് കൊടുത്ത വാഗ്ദത്ത കനാനിൽ ഉള്ള ഒരു സ്ഥലമാണ് ബേത്ലഹേം. ഈ വാഗ്ദത്ത കനാനെ കുറിച്ച് വേദപുസ്തകത്തിൽ സമൃദ്ധിയുടെ സ്ഥലം എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പാലും തേനും ഒഴുകുന്ന സ്ഥലമെന്ന്. മോശ തന്റെ ജനവുമായി മരുഭൂമിയിലൂടെ വരുമ്പോൾ ഈ താൻ ചെന്നെത്തേണ്ട കനാൻ ദേശത്തെക്കുറിച്ച് ഒന്ന് മനസ്സിലാക്കുവാൻ ഗോത്രങ്ങളിൽ നിന്ന് 12 പേരെ, ഓരോ ഗോത്രങ്ങളിൽ നിന്ന് ഓരോരുത്തരെ തെരഞ്ഞെടുത്ത് ആ സ്ഥലത്തേക്ക് അയച്ചു. അവർ ആ സ്ഥലത്ത് ചെന്ന് ആ സ്ഥലത്തെ ഉറ്റുനോക്കിയിട്ട് മടങ്ങി വന്ന് അവരുടെ എല്ലാം ഒരേ അഭിപ്രായം അത് സമൃദ്ധിയുടെ ദേശമെന്ന് തന്നെയായിരുന്നു. അവർ ഒന്നിച്ചു പറഞ്ഞു, അവിടുത്തെ ജനം പുഷ്ടിയുള്ള ജനമാണ്, മല്ലന്മാര്, അനാക്യമല്ലന്മാര്. ആ ദേശത്തിന്റെ സമൃദ്ധി അവർ വാതോരാതെ വിവരിച്ചു. അവർ 2 പേർ തോളിലെടുത്തുകൊണ്ട് ഒരു മുന്തിരിക്കൊല വരിക എന്ന് പറയുമ്പോൾ ആ സമൃദ്ധിയെക്കുറിച്ച് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഇതിൽ അവർ ഭിന്നാഭിപ്രായമുണ്ടായിരുന്നു. ആ സ്ഥലം കീഴടക്കാൻ കഴിയുമോ എന്നതിലായിരുന്നു അവർക്ക് ഭിന്നാഭിപ്രായം. അതിന്റെ സമൃദ്ധിയെക്കുറിച്ച് അവർക്ക് യാതൊരു ഭിന്നാഭിപ്രായവും ഉറ്റുനോക്കുവാൻ പോയവർക്കില്ലായിരുന്നു എന്ന് നാം അറിയണം. നമ്മുടെ ചിന്ത ക്ഷാമത്തെക്കുറിച്ചാണല്ലോ. ആ സ്ഥലത്ത്, ഈ സമൃദ്ധിയുടെ സ്ഥലത്ത് ദൈവം തെരഞ്ഞെടുത്ത് അബ്രഹാമിക സന്തതിക്ക് കൊടുത്ത വാഗ്ദത്ത സ്ഥലത്ത് ക്ഷാമമുണ്ടായി. അതിന്റെ അർത്ഥം ചിലപ്പോൾ ദൈവഹിതപ്രകാരം, ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ദൈവം നമുക്ക് ആലോചനകളെ തന്ന് നമ്മളെ കൊണ്ടു നിർത്തിയ ആ സ്ഥലങ്ങളിൽ ചില പ്രതിസന്ധികൾ, ചില പ്രതികൂലങ്ങൾ, ചില വേദനകൾ, ചില ദുഃഖങ്ങൾ ഉണ്ടാകാം എന്നത് ഒരു തിരിച്ചറിവിനായി പ്രഭാതത്തിൽ പറയട്ടെ. എന്നാൽ ഈ ക്ഷാമത്തെ നിന്ന് രക്ഷപ്പെടാൻ എലീമേലെക്ക്
ചെയ്ത പ്രവൃത്തി ആ ക്ഷാമത്തിൽ നിന്ന് മോവാബിലേക്ക് പോകുക എന്നുള്ളതായിരുന്നു. അതിന് അദ്ദേഹത്തെ പ്രേരിപ്പിച്ച ഘടകം ക്ഷാമത്തിൽ തൻ്റെ കുടുംബത്തിനുണ്ടാകാവുന്ന പ്രശ്നത്തെക്കുറിച്ച് അദ്ദേഹം ബോധവാനായി. ക്ഷാമം എൻ്റെ കുടുംബത്തിൻ്റെ ഭൗതികതയെ നശിപ്പിക്കും. ശാരീരിക പ്രശ്നങ്ങളുണ്ടാകാം, മരണമുണ്ടാകാം. ക്ഷാമത്തിന് എൻ്റെ കുടുംബത്തെ ക- ബാധിക്കാൻ പോകുന്നതൊന്നും ഉണ്ടാകരുത് എന്നത് ആഗ്രഹിച്ചാണ് താൻ മോവാബിലേക്ക് പോകുന്നത്. എന്നാൽ നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്, മോവാബിൽ അവർക്ക് ആഹാരമുണ്ടായിരുന്നു, അവർക്ക് വീടുണ്ടായിരുന്നു, അവരുടെ തലമുറയ്ക്ക് വിവാഹമുണ്ടായി. അതിനൊന്നും ഒരു കുറവ് ഇവിടെ കാണുന്നില്ല. പക്ഷെ ഇതെല്ലാം ഉണ്ടായിരുന്നിട്ടും തൻ്റെ രണ്ട് ആൺതലമുറയും താനും ആ ദേശത്ത് മരിച്ചു. കേവലം 10 വർഷമെന്ന് അവിടെ എഴുതിക്കുന്നത്. 10 വർഷം. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, അദ്ദേഹം ക്ഷാമം തൻ്റെ കുടുംബത്തിൽ ഉണ്ടാക്കാൻ കേടുണ്ടാക്കും എന്ന് വിചാരിച്ചാണ് താനെ തീരുമാനമെടുത്തത്. പക്ഷേ സമൃദ്ധിയുടെ സ്ഥലത്തും ആ കേട് തനിക്ക് സംഭവിച്ചു എന്നതൊരു തിരിച്ചറിവിനായി ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ക്ഷാമത്തിൽ തെറ്റായ തീരുമാനങ്ങൾ എടുക്കാൻ സാധ്യതകൾ കൂടുതലാണ്. അതെപ്പോഴും നമ്മൾ തിരിച്ചറിയണം. ക്ഷാമത്തിൽ തെറ്റായ തീരുമാനങ്ങൾ എടുത്തു പോകാം. അബ്രഹാമിനെ കുറിച്ച് പഠിച്ചാൽ, അബ്രഹാം കനാൻ ദേശത്ത് ക്ഷാമം ഉണ്ടായപ്പോൾ മിസ്രൈമിലേക്ക് ഇറങ്ങിപ്പോയി. നമുക്കറിയാം, താൻ മിസ്രൈമിൽ നിന്ന് മഹാസമ്പന്നനായിട്ടൊക്കെയാണ് മടങ്ങി വരുന്നത്. പക്ഷേ അതിൻ്റെ കൂടെ മിസ്രൈമിയ ദാസിയായ ഹാഗറും ഉണ്ടായിരുന്നു എന്നത് മറന്നുപോകില്ലേ. ആ ഹാഗർ തൻ്റെ കുടുംബത്തിൽ ഇന്നും ഒരു ദോഷമായി തന്നെ നിൽക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ക്ഷാമത്തെ അതിജീവിക്കുവാൻ അബ്രഹാം എടുത്ത തീരുമാനം തെറ്റായിരുന്നു എന്ന് ഒരു വചനപഠിതാവിന് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. യാക്കോബ് ക്ഷാമത്തെ അതിജീവിക്കാൻ മിസ്രൈമിലേക്ക് പോയി. എന്താ സംഭവിച്ചത്? തൻ്റെ തലമുറ അവിടെ അടിമത്തത്തിലേക്ക് പോയി എന്ന് നമ്മൾ മനസ്സിലാക്കണം. 400 സംവത്സരത്തെ അടിമത്തത്തിന്റെ കാരണം യാക്കോബ് എടുത്ത ആ തീരുമാനമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇസഹാക്ക്, നമുക്കറിയാം, ഇസഹാക്കിന്റെ കാലത്തും കനാൻ ദേശ ക്ഷാമം ഉണ്ടായി. ഇസഹാക്ക് അവിടെ ആ ക്ഷാമത്തിൽ ആ ദേശത്തു വിതച്ചു, 100 മേനി കൊയ്തു എന്ന് കാണുവാനായിട്ട് ഇടയായിത്തീർന്നു. അപ്പോൾ ഇസഹാക്കിനും ഇതേ ഒരു പ്രതിസന്ധിയിലൂടെ പോകേണ്ടി വന്നു. പക്ഷെ ഇസഹാക്ക് ഹല്ലേലൂയ അവിടെ പിടിച്ചു നിന്നു, വിതച്ചു എന്ന് നമ്മൾ കാണുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തു 40 ദിവസം താൻ ദൈവസന്നിധിയിൽ ഉപവസിച്ച് കഴിഞ്ഞ ശേഷം നമ്മൾ കാണുന്നത്, പരീക്ഷകൻ അവന്റെ അടുക്കലേക്ക് പ്രലോഭനങ്ങളുമായി എടുത്തു വന്നു. പക്ഷെ ആ പ്രലോഭനത്തെ യേശു ജയിച്ചു. എൻ്റെ ഈ ദിന ചിന്തയിൽ ഇതിനാരംഭത്തിൽ പറയട്ടെ, ക്ഷാമം തെറ്റായ തീരുമാനമെടുക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമാണ്. എന്നാൽ ദൈവം നമ്മെ ആക്കി വെച്ച സ്ഥലത്ത് നിന്ന് നമ്മൾ മാറിപ്പോകാതെ
പിടിച്ചു നിൽക്കുന്നു എങ്കിൽ ഒരു നൂറുമേനി ഫലവും. പ്രൈസ് ദി ലോർഡ്. പരീക്ഷകൻ എന്നേക്കും യേശുവിനെ വിട്ടുപോയി എന്നുള്ളതും ഒരു തിരിച്ചറിവിനായി ഈ പകൽക്കാലം നിങ്ങളുടെ മുമ്പിൽ വെച്ച് രണ്ടാമത്തെ ചിന്തയിലേക്ക് പോകും. രണ്ടാമത് എനിക്ക് നിങ്ങളുമായി ഷെയർ ചെയ്യുവാനുള്ള അതിൽ നിന്നുള്ള വാക്ക്, ക്ഷാമം എന്നും ഉള്ളതല്ല, എന്നേക്കുമുള്ളതല്ല. ഒരു ടൈം ലിമിറ്റ് ഉണ്ട്. 10 വർഷം എലീമേലെക്കിന്റെ കാലത്തെ കുറിച്ച് എഴുതിയേക്കുന്നത് 10 വർഷം. ആ 10 വർഷം കഴിഞ്ഞപ്പോൾ ദൈവം ദേശത്തെ സന്ദർശിച്ചു. വീണ്ടും ബെത്ലഹേമിൽ ആഹാരമുണ്ടായി. വീണ്ടും കനാനിൽ സമൃദ്ധി ഉണ്ടായി. വീണ്ടും ആ ദേശത്ത് ദൈവത്തിന്റെ പ്രവർത്തികൾ നടന്നു. പ്രൈസ് ദി ലോർഡ്. ക്ഷാമം ഒരു ലിമിറ്റഡ് ടൈമേ ഉള്ളൂ. ഇന്ന് പകൽക്കാലം നിന്റെ ജീവിതത്തിൽ നീ അനുഭവിക്കുന്ന വേദനകൾക്കും ഭാരങ്ങൾക്കും ദുഃഖങ്ങൾക്കും ഒരു ലിമിറ്റഡ് ടൈമേ ഉള്ളൂ. അത് നീ ഓവർകം ചെയ്യും. പക്ഷേ ദൈവം പറഞ്ഞ വാഗ്ദത്തത്തിലും ആലോചനയിലും നിൽക്കുവാൻ നീ തയ്യാറാകണം എന്നതാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ള രണ്ടാമത്തെ ചിന്ത. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവമക്കളെ, എനിക്ക് നിങ്ങളോട് പറയുവാനുള്ള മൂന്നാമത്തെ ചിന്ത ഇങ്ങനെയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാം ക്ഷാമത്തിൽ തെറ്റായ തീരുമാനങ്ങൾ എടുത്താൽ അതിൻ്റെ വേദനകൾ, ദുഃഖങ്ങൾ, ഭാരങ്ങൾ കേവലം നമ്മുടെ കാലത്ത് മാത്രമല്ല, നമ്മുടെ തലമുറയുടെ കാലത്തും പ്രൈസ് ദി ലോർഡ് ഒരു പക്ഷെങ്കിൽ അത് അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന ഈ വചനം ഇവിടെ നിർത്തുന്നത് ഇങ്ങനെയാണ്. ദൈവം തന്റെ ജനത്തെ സന്ദർശിച്ച് ആഹാരം കൊടുക്കും എന്ന് വിശ്വസിച്ച് പ്രൈസ് ദി ലോർഡ് ആക്കി വെച്ച സ്ഥലത്ത്, ആക്കി വെച്ച ദേശത്ത്, ആക്കി വെച്ച കുടുംബത്തിൽ, ആക്കി വെച്ച ദൈവസഭയിൽ ഉറച്ചു നിന്ന് കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ നമുക്ക് തയ്യാറാകാം. പ്രൈസ് ദി ലോർഡ്. പക്ഷെങ്കിൽ ഇന്ന് നീ ഉദ്ദേശിക്കുന്ന ഫലങ്ങളൊന്നും കാണണമെന്നില്ല. എന്നാൽ വിതയ്ക്കാൻ, ഈ ക്ഷാമകാലത്ത് വിതയ്ക്കാൻ നീ തയ്യാറാണോ എങ്കിൽ ദൈവം ഒരു കൊയ്ത്ത് നിനക്ക് തരും. 100 മേനിയുടെ വലിയൊരു കൊയ്ത്ത്. ഇന്ന് നിന്നെ ബുദ്ധിമുട്ടിക്കുന്ന പരീക്ഷകൻ, നിന്നെ വേദനപ്പെടുത്തുന്ന പ്രൈസ് ദി ലോർഡ് പ്രലോഭനങ്ങളുടെ ചിന്തകൾ നിന്നെ വിട്ടുമാറി, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, നീ ആത്മാവിന്റെ ശക്തിയോടെ പിശാചിന്റെ പദ്ധതികളെ അഴിക്കുന്ന ഒരനുഗ്രഹീത വ്യക്തിയായി ദൈവം നിന്നെ മാറ്റും. പ്രൈസ് ദി ലോർഡ്. അതിനായി നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ക്ഷാമം ദേശത്തുണ്ടായപ്പോൾ എലീമേലേക്ക് എടുത്ത തെറ്റായ തീരുമാനം പോലെ, അബ്രഹാം എടുത്ത തെറ്റായ തീരുമാനം പോലെ, ഇസ്ഹാക്ക് എടുത്ത തെറ്റായ തീരുമാനം പോലെയല്ല, യാക്കോബ് എടുത്ത തെറ്റായ തീരുമാനം പോലെയല്ല, ഇസ്ഹാക്ക് എടുത്ത, യേശു എടുത്ത ശരിയായ തീരുമാനങ്ങളിൽ ഉറച്ചു നിന്ന് പ്രൈസ് ദി ലോർഡ് ചില അനുഗ്രഹങ്ങൾ ദൈവം വച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. വീണ്ടും ദേശത്ത് സമൃദ്ധി, ഉയർച്ച തരും എന്നത് മനസ്സിലാക്കി സന്തോഷത്തിൽ നമുക്ക് മുൻപോട്ട് പോകാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധനായ ദൈവമേ, നിത്യനായ കർത്താവേ, ഇന്ന് ഈ പ്രഭാതത്തിൽ ജനത്തെ അനുഗ്രഹിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഏതെങ്കിലും ഒരു വ്യക്തി തങ്ങളുടെ പ്രതിസന്ധിയിൽ, പ്രതികൂലങ്ങളിൽ, ക്ഷാമങ്ങളിൽ തെറ്റായ തീരുമാനമെടുത്ത് കർത്താവെ താൽക്കാലിക രക്ഷപ്പെടലിന് വേണ്ടി ശ്രമിച്ച് പിശാചിന്റെ വലയിൽ പോയി ചാടാൻ പിശാച് എന്തെങ്കിലും കുരുക്കോ കണിയോ ഒരുക്കുന്നുവെങ്കിൽ ദൈവം
അതിൽ നിന്ന് ആ ജനത്തെ വിടുവിക്കണം. ഈ വചനം കേൾക്കുന്ന ആരെയെങ്കിലും അങ്ങനെ ഒരു ചതിയിലേക്ക് പിശാച് കൊണ്ടുപോകുന്നെങ്കിൽ കർത്താവ് വിടുവിക്കണം. ഉറച്ചു നിന്ന് ദൈവിക നന്മകളെ അങ്ങ് കൊടുത്ത വാക്തത്വത്തിൽ നിന്ന് അനുഭവിപ്പാൻ ദൈവം ഇടയാക്കണം. കർത്താവിനെ ചെയ്യുന്ന ഓർത്തു സ്തോത്രം. ജനത്തെ വചനം വച്ച് അനുഗ്രഹിക്കുന്നു. മഹത്വം അങ്ങക്ക്. ഞങ്ങൾക്ക് ആഴ്ച ക്രിസ്തുയേശുവിന്റെ ധന്യമുള്ള നാമത്തിൽ പ്രാർത്ഥന ദയവായി ശ്രവിക്കണേ. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. അനുഗ്രഹീതമായ ഒരു ദിനം കർത്താവ് നമുക്ക് തരട്ടെ. ഹാവ് എ ബ്ലെസ്സഡ് ഡേ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.